നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നയിച്ചവർ ഒരു ഭാഗത്തും കൊതിച്ചവൻ മറ്റൊരു ഭാഗത്തും. അതാണിപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ. സീനിയോറിറ്റിയിൽ അർഹൻ രമേശ് ചെന്നിത്തല, ഹൈക്കമാൻഡിൽ സ്വാധീനമുറപ്പിച്ചവൻ KC വേണുഗോപാൽ, പട നയിച്ചവൻ VD സതീശൻ. പടനായകൻ പടത്തലവനാകട്ടെ എന്നതാണ് പാർട്ടി അണികളുടെ വികാരം. കേരളം ആളിക്കത്തുന്ന കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരാളെ കണ്ടെത്തുകയെന്നത്. ഇന്നലെ വരെ നമ്മൾ കേട്ട പല കണക്കുകളും ഇന്ന് KPCC ആസ്ഥാനത്ത് പൊളിഞ്ഞു. KPCC ഓഫീസിൽ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 63 MLA-മാരും പങ്കെടുത്തു. AICC നിയോഗിച്ച പ്രത്യേക നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവരും കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷിയും യോഗത്തിൽ സംസാരിച്ചു. പുതിയ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾക്കാണ് ഈ യോഗം സാക്ഷ്യം വഹിച്ചത്. പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം AICC പ്രസിഡന്റ് നൽകിക്കൊണ്ടുള്ള പ്രമേയം യോഗം ഏകകണ്ഠമായി പാസാക്കി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മനസ്സിലിരിക്കുന്നത് മുഖ്യമന്ത്രി കസേരയിൽ KC വേണുഗോപാലിനെ എത്തിക്കാനുള്ള തന്ത്രങ്ങൾ. വലിയ നാടകങ്ങളാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ തിരുവനന്തപുരം കാണുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ കേന്ദ്ര നിരീക്ഷകർ തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഹോട്ടലിൽ കേന്ദ്ര നിരീക്ഷകർ താമസിക്കുന്നതറിഞ്ഞ് അങ്ങോട്ടേക്ക് മാത്യു കുഴൽനാടനും സംഘവുമെത്തി. മാത്യു കുഴൽനാടനൊപ്പം PC വിഷ്ണുനാഥും A ഗ്രൂപ്പിലെ ചില മുതിർന്ന നേതാക്കളും ഹോട്ടലിലെത്തി. KC വേണുഗോപാൽ പക്ഷം ഇതിനിടയിൽ A ഗ്രൂപ്പുമായി ചില ചർച്ചകൾ തുടങ്ങിയിരുന്നു. വരുന്ന KPCC അധ്യക്ഷ സ്ഥാനം A ഗ്രൂപ്പിന് നൽകണമെന്നതാണ് A ഗ്രൂപ്പിൻ്റെ ആവശ്യം. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മാത്രമേ മുഖ്യമന്ത്രിയായി ഒരാളെ നിശ്ചയിക്കാവൂ എന്ന് AK ആന്റണി കേന്ദ്ര നിരീക്ഷകരോട് പറഞ്ഞു. സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ നിയോഗിക്കുന്നതാണ് ഉചിതമെന്നും ആന്റണി അഭിപ്രായപ്പെട്ടു. രാവിലെ KPCC ആസ്ഥാനത്ത് MLA-മാരെ കണ്ട കേന്ദ്ര നിരീക്ഷകർ പിന്നീട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് MLA-മാരുമായി സംസാരിച്ചു. AICC നിരീക്ഷകൻ അജയ് മാക്കൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംസ്ഥാനത്തെ എല്ലാ കോൺഗ്രസ് MLA-മാരുമായും വ്യക്തിപരമായി സംസാരിച്ചത്. കേരളത്തിലെ ജനങ്ങൾ UDF-നും കോൺഗ്രസിനും നൽകിയ ചരിത്രപരമായ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയെന്ന് മാക്കൻ വ്യക്തമാക്കി. ഓരോ MLA-മാരുമായും തങ്ങൾ മുഖാമുഖം സംസാരിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ ക്രോഡീകരിച്ച് ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നാണ് കേന്ദ്ര നിരീക്ഷകർ പറയുന്നത്. അവസാന നിമിഷം നിരവധി അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ കാണുന്നു. MLA-മാരുടെ കണക്കുകളിൽ തന്നെയാണ് വലിയ ട്വിസ്റ്റുകൾ. നേരത്തെ 43 MLA-മാരുടെ പിന്തുണ KC പക്ഷം അവകാശപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ അവരത് 53-ലേക്ക് ഉയർത്തി. എന്നാൽ കേന്ദ്ര നിരീക്ഷകർ കോൺഗ്രസ് MLA-മാരുമായി സംസാരിക്കുമ്പോൾ 30 പേരിൽ താഴെ മാത്രമാണ് KC അനുകൂലിക്കുന്നത്. എന്നാൽ മറുവശത്ത് 30ഓളം MLA-മാർ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഈ കണക്കുകൾക്കിടയിലും ചില വൈരുദ്ധ്യങ്ങൾ പ്രകടമാണ്. KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന പല MLA-മാരും VD സതീശനെയും പിന്തുണയ്ക്കുന്നു. ജനവികാരം VD സതീശന് അനുകൂലമാണ് എന്ന് നിരവധി MLA-മാർ കേന്ദ്ര നിരീക്ഷകരെ അറിയിച്ചു. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി നിയോഗിച്ചാൽ വിവാദങ്ങളിൽ നിന്ന് തടിയൂരാം എന്നും നിരവധി MLA-മാർ കേന്ദ്ര നിരീക്ഷകരോട് പറഞ്ഞു. 25 MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് VD സതീശൻ പക്ഷം അവകാശപ്പെടുന്നത്. ഒരു വശത്ത് കേന്ദ്ര നിരീക്ഷകരുടെ നേതൃത്വത്തിൽ നിർണായകമായ കൂടിക്കാഴ്ചകളും ചർച്ചകളും. എന്നാൽ മറുവശത്ത് കനത്ത പോര് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ പ്രത്യക്ഷമാണ്. AICC നിരീക്ഷകർ ഇതിനിടയിൽ ഘടകകക്ഷി നേതാക്കളുമായി സംസാരിച്ചു. ഘടകകക്ഷി നേതാക്കൾ തങ്ങളുടെ പിന്തുണ VD സതീശന് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് ഈ കൂടിക്കാഴ്ചയെ ശ്രദ്ധേയമാക്കിയത്. MLA-മാരുടെ പിന്തുണ KC പക്ഷത്തിനാണ് കൂടുതൽ എന്ന തലത്തിലായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ എല്ലാറ്റിനുമൊടുവിൽ KC പക്ഷത്തിന് ആദ്യം അവർ അവകാശവാദം ഉന്നയിച്ച MLA-മാരുടെ അത്ര പിന്തുണയില്ല എന്ന് വ്യക്തമാകുന്നു. KCക്ക് നേരത്തെ കൂട്ടമായി പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന MLA-മാർ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കണക്കെടുപ്പിൽ അഭിപ്രായം മാറ്റി എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനിടയിൽ VD സതീശൻ പക്ഷത്തു നിന്ന് മറ്റൊരു വാർത്ത പുറത്തുവന്നു. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ല എങ്കിൽ സതീശൻ മന്ത്രിയാകാനുമില്ല എന്നാണ് സതീശൻ പക്ഷം പറഞ്ഞത്. തങ്ങളുടെ പക്ഷത്ത് MLA-മാരുടെ എണ്ണം കൂട്ടാനുള്ള ചരടുവലികൾ ഇന്നലെ രാത്രിയോടെ തുടങ്ങിയിരുന്നു 3 പേരും. ഭരണപരിചയം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ മാനദണ്ഡമാക്കേണ്ട എന്നാണ് VD സതീശൻ പറയുന്നത്. VS-ൻ്റെയും മോദിയുടെയും ഉദാഹരണം ചൂണ്ടിക്കാട്ടി ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് VD സതീശൻ ഇത്തരമൊരു അവകാശവാദം ഉന്നയിച്ചത്.
നേതാവിന് കാഴ്ചപ്പാടാണ് പ്രധാനം. ടീം കെട്ടിപ്പടുക്കാൻ കഴിവുണ്ടാകണം. സംഘടന ദൗർബല്യമാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുന്നത്. ജെൻസിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പാർട്ടികൾ സംസാരിക്കണമെന്നും സതീശൻ പറയുന്നു. ഹൈക്കമാൻഡിന്റെ ഏത് തീരുമാനവും അംഗീകരിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ സതീശനോട് ചോദിച്ചപ്പോൾ ചോദ്യം സാങ്കല്പികമെന്നായിരുന്നു സതീശന്റെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിത്തിരിച്ച എംപിമാരെയൊക്കെ നേരത്തെ ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് തിരിച്ചയച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പിണങ്ങി കെ സുധാകരൻ പാർട്ടി വിട്ടേക്കുമെന്ന പ്രതീതി പോലും കേരളത്തിനുണ്ടായി. ഇവിടെയാണ് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം നടത്തുന്നത് കേരളത്തെ ലജ്ജിപ്പിക്കുന്നത്. KC വേണുഗോപാൽ MP-യാണ്. പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു നിലപാടായി കാണണമെന്നും KCക്ക് മാത്രം എന്തിനാണ് പ്രത്യേക വിട്ടുവീഴ്ചയെന്നും പാർട്ടിയിലെ ഒരു കൂട്ടർ ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പോര് അതിന് തുടക്കമിട്ടത് KC വേണുഗോപാൽ തന്നെയാണ്. നേരത്തെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ കേന്ദ്ര നിരീക്ഷകരെ കേരളത്തിലേക്ക് അയക്കുമ്പോൾ അന്ന് KC വേണുഗോപാലിനേറെ സ്വാധീനമുള്ളവരായിരുന്നു കേരളത്തിലെത്തിയത്. അവരെ സ്വാധീനിച്ച് തനിക്ക് പ്രിയപ്പെട്ടവരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ തിരികെ കയറ്റാൻ അന്ന് KC വേണുഗോപാലിന് കഴിഞ്ഞു. കോൺഗ്രസിനെ ഇത്ര വലിയ നാശത്തിന്റെ പടുകുഴിയിലേക്ക് എന്തിനാണ് KC വേണുഗോപാൽ തള്ളിവിടുന്നത്? കഴിഞ്ഞ 5 വർഷം കൊണ്ടും കൊടുത്തുമൊക്കെ പിണറായി വിജയൻ സർക്കാരിനോട് ഏറ്റുമുട്ടിയ ഒരുപടി നേതാക്കൾ കേരളത്തിലുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും റോളുകൾ മറക്കരുത് എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ KCയെ ഓർമ്മിപ്പിക്കുന്നത്. UDFന് 100-ൽ പരം സീറ്റുകൾ കിട്ടുമെന്നും തിരിച്ചടിയുണ്ടായാൽ രാഷ്ട്രീയ വനവാസത്തിന് താൻ പോകുമെന്നുമുള്ള സതീശന്റെ പ്രഖ്യാപനം തന്നെയാണ് സതീശനെ ഒരു ഹീറോ ഇമേജിലേക്ക് വളർത്തിയത്. ഇരുത്തം വന്ന ഒരു ഉറച്ച നേതാവിന്റെ ആത്മവിശ്വാസമായിരുന്നു അവിടെ പ്രകടമായത്. സ്വന്തം രാഷ്ട്രീയ ഭാവി പോലും തുലാസിലാക്കി VD സതീശൻ ഇത്തരമൊരു നിലപാടെടുത്തിട്ടുണ്ട് എങ്കിൽ അതുതന്നെയാണ് സതീശനെ വേറിട്ട് നിർത്തുന്നത്. ഇവിടെ പക്വതയോടെ കാര്യങ്ങൾ മുന്നോട്ട് നയിച്ച രമേശ് ചെന്നിത്തലയുടെ നിലപാടിനെയും നമ്മൾ അംഗീകരിക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പ്രതിപക്ഷ നേതാവിനെയോ KPCC അധ്യക്ഷനെയോ അവഹേളിക്കുന്ന ഒരുവിധ പ്രവർത്തനങ്ങളും രമേശിൽ നിന്നുണ്ടായിട്ടില്ല. അന്തസ്സോടെ ഒരു ജനവിധി കേരളം സ്വർണ്ണത്തളികയിൽ വെച്ച് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മുന്നിൽ നീട്ടിക്കൊടുത്തു. എന്നിട്ടും ജനങ്ങളെ അവഹേളിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആക്ഷേപിക്കുന്ന തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ അന്തസ് കെടുത്തും വിധമുള്ള പ്രവൃത്തി കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ജനവിരുദ്ധമായ എന്തെങ്കിലും നീക്കങ്ങളുണ്ടായാൽ ജനം പ്രതികരിക്കുമെന്ന് വ്യക്തം. അതിൻ്റെ പ്രതിഫലനങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ദൃശ്യമാണ്. KC വേണുഗോപാൽ പക്ഷം പ്രചരിപ്പിക്കുന്നത് മറ്റൊന്ന്. VDക്ക് വേണ്ടിയോ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയോ ചില പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ കേരളത്തിൽ ഉണ്ടായാൽ അതൊക്കെ ചായക്കോപ്പയിലെ വെറും കൊടുക്കാറ്റ് മാത്രമാകും എന്ന് KC പക്ഷം വിശ്വസിക്കുന്നു. ഹൈക്കമാൻഡ് ലോ കമാൻഡ് ആയാൽ ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇളകും. അത് താങ്ങാൻ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് കഴിയില്ല. മുഖ്യമന്ത്രിയായി KC വേണുഗോപാൽ വരുന്നതിനെതിരെ അതിശക്തമായ ജനവികാരം കേരളത്തിലുണ്ട് എന്ന് വ്യക്തമാണ്. സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകളും കമൻറ്റുകളുമൊക്കെ അത് സാക്ഷ്യപ്പെടുത്തുന്നു. പണ്ട് നമ്മൾ കണ്ട പിണറായി വിരുദ്ധത അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയിലാണ് ഇപ്പോൾ KC വിരുദ്ധത കേരളത്തിൽ ആഞ്ഞടിക്കുന്നത്. തെരുവിലിറങ്ങി മനുഷ്യരോട് നിങ്ങളൊന്ന് ചോദിക്കൂ, ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ കുറിപ്പ്. കേരളത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ നിങ്ങൾ അനുകൂലിക്കുന്നുവോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ അവർ നിങ്ങളെ ആട്ടിപ്പായിക്കും. സമൂഹ മാധ്യമങ്ങളിൽ KC മുഖ്യമന്ത്രി എന്ന തലത്തിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ ഇതൊക്കെ പെയ്ഡ് കമൻറ്റുകളാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരോട് സഹതപിക്കാൻ മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകളുടെ ഘോഷയാത്ര ഇത് ബോട്ടുകളൊന്നുമല്ല ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ടറിയാവുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിനടിയിൽ കമൻറ്റുകൾ കുറിച്ചിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സ്വാഭാവിക മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്ന ശ്രമകരമായ ദൗത്യം പൂർത്തിയാക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഇവിടെ കെട്ടിയിറക്ക മുഖ്യമന്ത്രിമാർ വാഴില്ല എന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കിയാൽ നല്ലത്. ഉറച്ച സീറ്റ് എന്നൊരു സംഗതി കേരളത്തിൽ പഴങ്കഥയാണ്. ജനവികാരത്തിനെതിരായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒക്കെ തോറ്റ് പണ്ടാരമടങ്ങും എന്നീ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മെ ബോധ്യപ്പെടുത്തി. 99 സീറ്റുകളുമായി കേരളത്തിൽ മത്സരത്തിനിറങ്ങിയ LDF സഖ്യം അവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നെടുകെ നെഞ്ചുകുത്തി വീഴുന്ന കാഴ്ച കേരളത്തെ അമ്പരപ്പിച്ചു.
KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് നേരിടണം. അതിലൊന്ന് ആലപ്പുഴ പാർലമെൻറ്റാണ്. ആലപ്പുഴ പാർലമെൻറ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ്, അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയാവും NDA സ്ഥാനാർത്ഥി. ഒരു കാര്യം വ്യക്തമാണ്, രമേശ് പക്ഷവും സതീശൻ പക്ഷവുമൊക്കെ അവിടെ ഒരുമിക്കും. ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തോൽവിയാവും കേരളം കാണുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന NDA സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചു വന്നാൽ അത് കോൺഗ്രസിൻ്റെ മുഖത്തേൽക്കുന്ന ആദ്യ പ്രഹരമാകും. സാക്ഷാൽ ഇരിക്കൂറിൽ മത്സരിച്ചാൽ പോലും കോൺഗ്രസ് പ്രവർത്തകർ KC വേണുഗോപാലിനെ തോൽപ്പിക്കുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിക്കുന്നത്. ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമാണ് KCയുടെ മുന്നിലുള്ളത് എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിപരമായി വിവേകത്തോടെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നില്ല എങ്കിൽ കേരളത്തിൽ ഏറ്റവും അപഹാസ്യനാകുന്ന ഒരു മുഖ്യമന്ത്രിയായി KC വേണുഗോപാൽ വീഴുമോ എന്ന ഭയം പൊതുവെ KC പക്ഷത്തിനുമുണ്ട്. നിലവിലെ സൂചനകൾ പ്രകാരം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് MLA-മാരുടെ ഇടയിൽ നേരിയ ഭൂരിപക്ഷമുണ്ട്. എന്നാൽ ഈ ഭൂരിപക്ഷത്തിൻ്റെയും ഹൈക്കമാൻഡിലുള്ള സ്വാധീനത്തിൻ്റെയും ബലത്തിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് KC എത്താൻ ശ്രമിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. മുഖ്യമന്ത്രി കസേരയ്ക്കായി കടുത്ത ചരടുവലികളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഭൂരിപക്ഷം തെളിയിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ അനുമതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് KC പക്ഷത്തിന്. എന്നാൽ MLA-മാരുടെ എണ്ണം സാങ്കേതിക മാനദണ്ഡം മാത്രമാണ് എന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ ഓർമ്മപ്പെടുത്തുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിലും ചില ജില്ലകളിലുമൊക്കെ പ്രതിഷേധം കത്തിയാളുകയാണ്. ആലപ്പുഴ DCC ഓഫീസിന് മുന്നിൽ KCക്കെതിരെ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും KCയുടെ മോഹം അതിമോഹമാണ് എന്നും ഫ്ലെക്സിലെ വാചകങ്ങൾ. പത്തനാപുരത്തും KPCC ആസ്ഥാനത്തുമൊക്കെ VD സതീശനെ അനുകൂലിച്ചും വി വാണ്ട് KC എന്ന പേരിലും ബോർഡുകൾ ഉയരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ വലിയ വികാരവും അലയടിക്കുന്നു. VS അച്യുതാനന്ദന് പണ്ട് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ ഉണ്ടായതിന് സമാനമായ പ്രതിഷേധം KC വേണുഗോപാലിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ സംഭവിക്കുമെന്ന് കോൺഗ്രസിലെ ചിലർ പാർട്ടിയെ ഓർമ്മപ്പെടുത്തുന്നു. കേന്ദ്ര നിരീക്ഷകർ ഡൽഹിയിലെത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഞായറാഴ്ചയോടെ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് നമുക്കറിയാം. എന്നാൽ അതൊരു പൊട്ടിത്തെറിയിൽ അവസാനിക്കരുതേ എന്ന് പാർട്ടി പ്രവർത്തകർ പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.